അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ മുഹറം മാസം, മുഹറം മാസത്തിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാം എല്ലാവരും മുഹറം മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചവരായിരിക്കും. പ്രത്യേകിച്ച് ആ മാസത്തിലുള്ള 2 ദിവസങ്ങൾ, മുഹറം 9, 10, ഈ 2 ദിവസത്തിൽ നോമ്പ് നോക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൽ നോമ്പ് നോക്കുക മാത്രമല്ല, അതിൽ വേറെയും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നേടിയെടുക്കാൻ കഴിയും. അതായത് ദാരിദ്ര്യമില്ലാതിരിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. 60 വർഷം നിന്ന് നിസ്കരിച്ചതിന്റെ അല്ലെങ്കിൽ നോമ്പ് നോക്കിയതിന്റെ ഒക്കെ പ്രതിഫലം നമുക്ക് ലഭിക്കുക. അതുപോലെ ഒരു വർഷക്കാലം സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം, ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഒരു ഉസ്താദ് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ മുതഅല്ലിമീങ്ങളായ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നമ്മളൊന്ന് കേട്ട് പഠിച്ചാലോ? മാസം അറിയാം, മുഹറം മാസം. ഈ മാസത്തിൽ ഒരു പവിത്രതയുള്ള ഒരു ദിവസമുണ്ട്, 2 ദിവസങ്ങളുണ്ട്. ഏതൊക്കെ പറയാൻ പറ്റുമോ? മുഹറം 9, 10. ഈ മുഹറം 10 മുഹറം 9 നോമ്പുണ്ടാവുമല്ലോ. ആ നോമ്പ് പെരിയിൽ ഉഷാറാക്കാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്, ഇഷ്ടപ്പെട്ട വിഭവം, ഭക്ഷണം വീട്ടുകാരോട് ഉണ്ടാക്കി തരാൻ പറയാം. അങ്ങനെ ഉമ്മാനോട് അലുപ്പാനോട് പറയാം. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ സന്തോഷം നിറഞ്ഞൊരു ദിനാണ് മുഹറം 10. അത് 9 നോമ്പ് പറഞ്ഞ് പിന്നെ 10ലേക്ക് കടന്നല്ലോ മഗ്‌രിബോടുകൂടി. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ആ വർഷം മുഴുവനും അല്ലാഹു സന്തോഷം നിറക്കും. എന്താണ്? ഉപ്പ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ആ വീട്ടുകാരെ സന്തോഷിപ്പിക്കുക. നല്ല ഫ്രൂട്ട്, നല്ല ഐസ്ക്രീമൊക്കെ ഇഷ്ടമല്ലേ ജിനസു? അതൊക്കെ. പിന്നെ മുഹറം 9, 10 നോമ്പ് നോക്കണം. അത് ഭയങ്കര കൂടിയ. മുഹറം 10 നോമ്പ് ഒരിക്കലും എന്താവരുത്, ഒഴിവാക്കരുത്. ഉസ്താദ് പറഞ്ഞത് മുഹറം 9 അന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിൽ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുക. ആ വീട്ടിൽ ചെലവ് കൊടുക്കേണ്ട ആളുണ്ടല്ലോ, അവര് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് വീട്ടുകാർക്ക് കൊടുക്കുക. എന്നാൽ ആ വീട്ടിൽ എന്തുണ്ടാവില്ല? ദാരിദ്ര്യം ഉണ്ടാവില്ല. ഭക്ഷണത്തിന് ഒരു വർഷത്തേക്ക് അല്ലാഹു തആല എന്നും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും, വിശാലത നൽകി തരുമെന്നാണ് വീണ്ടും പറയുന്നുണ്ട്. 70 ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത കൂടിയാണ്. 60 വർഷം നോമ്പ് നോക്കുകയും നിന്ന് നിസ്കരിക്കുകയും ചെയ്ത കൂടിയാണ്. ഇതിന് മുഹറം 10 നോമ്പിനുള്ള മാത്രമല്ല, ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു കൊടുക്കും. 70 ഹജ്ജ് ചെയ്ത കൂലി, അതുപോലെ തന്നെ 60 വർഷം നിന്ന് നിസ്കരിച്ച, അതുപോലെ തന്നെ നോമ്പ് നോക്കിയ കൂലി എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങൾ ഉസ്താദ് പറയുന്നുണ്ട്. ഇതുപോലെ വേറൊരാൾ പറഞ്ഞു തരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ അന്നെ ഞങ്ങളുടെ അഞ്ചന്മാരില്ല, അഞ്ചനൊക്കെ അതുപോലെ തന്നെ ജാഷനി, അനിയനി, അനിയത്തിക്കൊക്കെ എന്തെങ്കിലും നിങ്ങൾ പൈസ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്വതം കിട്ടിയത് അത് നിങ്ങളുണ്ടാവും. സ്വർഗ്ഗം നിങ്ങളുടെ സ്വന്തം സ്വർഗ്ഗ അങ്ങനെ സ്വർഗ്ഗം ചെയ്ത ഒരു വർഷം സ്വർഗ്ഗം ചെയ്തു. പിന്നെ അന്നത്തെ ദിവസം ഒരു 70 പ്രാവശ്യം ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ ശരിയാണ്. ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ഇടങ്ങളിൽ നിന്നും അല്ലാഹു ആ വർഷം സംരക്ഷിക്കും. അപ്പോ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും അത് സ്വതക്ക ചെയ്താൽ ഒരു വർഷം സ്വതക്ക ചെയ്ത കൂലിയാണ്. അതുപോലെ തന്നെ ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ വ നിഅമൽ മൗലാ നിഅമൻ നസീർ എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ ആ ഒരു വർഷത്തേക്ക് എല്ലാ ഇടങ്ങേറിൽ നിന്നും അല്ലാഹു തആല കാവല് തരുന്ന. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു നിങ്ങളുടെ വീട്ടിൽ നല്ല സന്തോഷം നിറഞ്ഞ വിഭവങ്ങൾ മുഹറം 10 9 അസ്തമിച്ചല്ലേ. അന്ന് നിങ്ങളുടെ വീട്ടുകാർ സന്തോഷിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം, ഈ നേട്ടം അനുഭവിച്ചാൽ മഹാന്മാർ 50 വർഷത്തെ പരീക്ഷിച്ചു. ഹദീസ് ഉണ്ടല്ലോ, മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുമ്പ് പരീക്ഷിച്ചു 50 വർഷം. മുമ്പ് പറയണേ, എന്റെ ഓരോ വർഷത്തിലും എനിക്ക് ഞാൻ അനുഭവിച്ചതാണ്. പരിഹാരം ചെയ്യാം. അള്ളാഹു ഉസ്താദ് പറഞ്ഞത് സുഫിയാൻ റളിയല്ലാഹു അൻഹു പരീക്ഷിച്ചതാണ് 50 വർഷക്കാലം. ഓരോ വർഷം വരുമ്പോഴും ഈ കാര്യങ്ങൾ ചെയ്തു നോക്കും. അതിന്റെ ആ പ്രതിഫലം പറഞ്ഞ രൂപത്തിൽ, ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ എനിക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത്, അത് ലഭിക്കുന്നുണ്ട് എന്ന് അവരുടെ ജീവിതത്തിൽ കണ്ടതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ കിതാബുകളിലെ രേഖയാണ്, അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ളത് വിഷയങ്ങളല്ല. ആരോ അവിടെ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞോളൂ എന്നുള്ള വിഷയമല്ല. ഇത് ഹദീസിലൂടെ, കിതാബിലൂടെ തെളിവ് സഹിതമുള്ളതാണ്. അപ്പോ നമ്മൾ നോമ്പ് നോക്കുന്നതിന്റെ അധികമായിട്ട് ഇതുപോലെയുള്ള ദിക്ർ, അതുപോലെ തന്നെ സ്വതക്കകൾ, അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വീട്ടുകാർക്ക് കൊടുത്ത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്താൽ ആ ഒരു വർഷത്തേക്ക് നമുക്ക് എല്ലാവിധ
പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരമാവുകയും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുകയും അതുപോലെ തന്നെ ദാരിദ്ര്യം ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് കിതാബുകൾ തെളിവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ട രൂപത്തിൽ അള്ളാഹു തആല സ്വീകരിക്കുന്ന രൂപത്തിൽ നോമ്പ് നോക്കാനും മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആയിൽ എന്നെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തണം എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.